ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് സ്കിൻ സ്മൂത്തനിങ് എന്ന ഒരു ടെക്നിക് ആണ്. ഒരു സ്റ്റുഡിയോ പോർട്രൈറ്റ് അതല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ അതിന്റെ സ്കിൻ എങ്ങനെ സ്മൂത്തൻ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. ഇത് മോഹൻലാലിന്റെ ഒരു പിക്ചർ. ഈ ഇമേജിൽ ഇതിന്റെ മുഖത്ത് നമ്മൾക്കറിയാം ധാരാളം മാർക്കുകൾ ഉണ്ട്, ധാരാളം കുഴികൾ, ധാരാളം പാടുകൾ. അത് അതിന്റെ ഒറിജിനൽ ടെക്സ്ചർ ആണ്. എന്നാൽ ഇതിനെ നമുക്ക് കുറെ കൂടി ഭംഗിയായി നമുക്ക് കുറെ കൂടി സ്മൂത്തൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിത് ഓൾറെഡി അത് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിനെ പടത്തിന് റിവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒറിജിനൽ ലെയർ ഉണ്ട്, മറ്റൊരു ലെയർ 1 കോപ്പി ഉണ്ട്. ആ ലെയറിലാണ് ഞാൻ അതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഞാനതൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്ന ഈ എഫക്റ്റ് ആണ് ഇതിന്റെ ഒറിജിനൽ പിക്ചർ. ഞാൻ ഈ ലെയറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള എഫക്റ്റ് ആണ് ഇപ്പോൾ ലെയർ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന്റെ ആക്ച്വൽ പിക്സൽസ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇതിന്റെ ആക്ച്വൽ പിക്സൽസിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇപ്പോൾ ആ ലെയർ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നതാണ് അതിന്റെ ഒറിജിനൽ ഇമേജ്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്തപ്പോൾ അത് കുറെ കൂടി സ്മൂത്തൻ ചെയ്തിരിക്കുന്ന കുറെ കൂടി ഒരു ഭംഗി അതിന് വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒറിജിനൽ ടെക്സ്ചർ, ആ സ്കിന്നിന്റെ ഒറിജിനൽ ടെക്സ്ചർ നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇളം വെയിൽ അടിക്കുന്ന ഒരു ഇമേജ് ആണിത്. ഒരു മഞ്ഞ നിറമുണ്ട്, ഒരു യെല്ലോയിഷ് ടോണിൽ അത് കിടക്കുന്നു. നെറ്റിയിൽ ഒക്കെ ലൈറ്റ് തിളങ്ങുന്നുണ്ട്. ഇവിടെ കവിളിലും ഒക്കെ ഒരു പ്രത്യേക കളർ സ്കീമിലുള്ള ഒരു ഫോട്ടോയാണത്. സ്കിൻ സ്മൂത്തൻ ചെയ്തപ്പോൾ അതിന് കുറെ കൂടി ഒരു കൂൾ എഫക്റ്റ് വന്നിരിക്കുകയാണ്. അത് മറ്റൊരു ലെയറിലാണ് നമ്മളത് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ ആ ചെയ്ത ലെയർ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് ഒറിജിനൽ പിക്ചറാണ്. ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഇമേജും അതുപോലെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് മറ്റൊരു നടിയുടെ ഒരു ഇമേജാണ്. ഇതിന്റെ ഒറിജിനൽ ഇമേജ് നമുക്കൊന്ന് നോക്കാം. ഇതാ ആക്ച്വൽ പിക്സൽസിൽ ഇതിന്റെ ഒറിജിനൽ ഇമേജ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഇമേജ്. ഞാൻ ആ ലെയർ ക്ലോസ് ചെയ്ത് നോക്കുകയാണ്. ഒറിജിനൽ ഇമേജിൽ കൂടുതൽ ഷാഡോസ് ഈ ഭാഗങ്ങളിൽ, ഈ കണ്ണിന്റെ മേൽഭാഗങ്ങളിൽ, കവിളിൽ, കഴുത്തിൽ ഒക്കെ ധാരാളം ഷാഡോസ്, ഡെപ്തുള്ള ഷാഡോസ്. ഇവിടെ ഈ കഴുത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം ഷാഡോസ് കിടക്കുന്നുണ്ട്. നമ്മൾ അതിനെ സ്മൂത്തൻ ചെയ്തപ്പോൾ ആ ഷാഡോസ് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറഞ്ഞു. അത് സ്കിന്നിന്റെ ഒറിജിനൽ ആ ടോണുമായി കൂടുതൽ ഒരു താളത്തിൽ വന്നിരിക്കുകയാണ്, അതുമായി ലയിച്ചു വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒറിജിനൽ സ്കിന്നിന്റെ ടെക്സ്ചർ നമുക്ക് നഷ്ടപ്പെടുന്നേയില്ല. അല്ലാതെ തന്നെ ഇതൊരു നൈസ്, ഒരു കൂൾ പിക്ചർ എഫക്റ്റ് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പിക്ചറിന്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്കൊന്ന് നോക്കാം. എല്ലാ ഭാഗത്തും ആ സ്മൂത്തൻ എഫക്റ്റ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഈ ലെയറിന്റെ ഒരു കോപ്പി ഞാൻ എടുക്കുകയാണ്. Ctrl+J അല്ലെങ്കിൽ Command+J ഓൺ എ മാക്. ഇപ്പോൾ ലെയർ 1 കോപ്പി കിട്ടിയിരിക്കുകയാണ്. അതിനെ ബ്ലെൻഡ് മോഡ് നമുക്ക് ഓവർലേ ആക്കുന്നു. ബ്ലെൻഡ് മോഡ് ഓവർലേ ആക്കിയതിനു ശേഷം അതിനെ ഇൻവേർട്ട് ചെയ്യുകയാണ്. Ctrl+I ആണ് ഇൻവേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ Command+I ഓൺ എ മാക്. ഇപ്പോൾ ആ ലെയറിനെ ഇൻവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ബ്ലെൻഡ് മോഡ് ഓവർലേ ആണ്. ഇനി ഞാൻ പോകുന്നത് ഫിൽറ്ററിലാണ്. ഫിൽറ്റർ അതർ ഹൈ പാസ്. ഫിൽറ്റർ അതർ ഹൈ പാസ്. ഹൈ പാസ് എടുത്തതിന് ശേഷം അവിടെ ഒരു 10 പിക്സൽസ് ആണ് ഒരു എമൗണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് ഈ പിക്ചറിന്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചിട്ടാണ് അതിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പിക്ചറിന്റെയും റെസൊല്യൂഷൻ ആശ്രയിച്ച് അതിന്റെ എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഏകദേശം നമുക്ക് കിട്ടേണ്ട ആ റിസൾട്ട്. അപ്പോൾ അതനുസരിച്ച് പിക്ചറിന്റെ റെസൊല്യൂഷനും അനുസരിച്ച് ആ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഞാനൊരു 10 ആണ് കൊടുത്തിരിക്കുന്നത്, അതാണ് എനിക്ക് ആവശ്യം. ഓക്കെ, അടുത്തതായി ഞാൻ പോകുന്നത് ഫിൽറ്റർ, ബ്ലർ, ഗൗഷിയൻ ബ്ലർ. ഗൗഷിയൻ ബ്ലറിലും അതുപോലെ തന്നെ 3.2 പിക്സൽസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതും അതിന്റെ റെസൊല്യൂഷനെ ആശ്രയിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു റിസൾട്ടാണ് നമുക്ക് ആവശ്യം. ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഒറിജിനൽ റിസൾട്ടാണ് നമുക്ക് ആവശ്യം. ഇവിടെ ഒരു വ്യത്യാസം, നമ്മൾ ഈ സ്ലൈഡർ റൈറ്റിലേക്ക് വലിക്കുമ്പോൾ അത് കൂടുതൽ ഷാർപ്പായിക്കൊണ്ടിരിക്കും. ഒറിജിനൽ പിക്ചറിന്റെ റിസൾട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് വലിക്കുമ്പോൾ അത് വീണ്ടും ബ്ലർ ആയിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ ഗൗഷിയൻ ബ്ലർ കൊടുക്കുമ്പോൾ റൈറ്റിലേക്ക് വലിച്ചാൽ അത് കൂടുതൽ ബ്ലർ ആവുകയും ലെഫ്റ്റിലേക്ക് വലിച്ചാൽ അത് കൂടുതൽ ഷാർപ്പാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെയറിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻവേർട്ട് ചെയ്തുകൊണ്ടാണ് അത് റൈറ്റിലേക്ക് വലിക്കുമ്പോൾ കൂടുതൽ ഷാർപ്പ് ആവുന്നത്. ഇവിടെ എനിക്കൊരു 3.2 ആണ് ആവശ്യം, ഞാനത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഈ ലെയർ ഒരു മാസ്ക് കൊടുക്കുകയാണ്. ഇതിന് ഒരു ലെയർ മാസ്ക് കൊടുക്കുന്നത് ഓൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ലെയറിന്റെ താഴെയുള്ള ഈ സിമ്പലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലെയർ മാസ്ക് കിട്ടും. ഓൾട്ട്
PC-യിൽ ഓൾട്ട് അല്ലെങ്കിൽ മാക്കിൽ അത് ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ അതിന് ഒരു ലെയർ മാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇമേജിന്റെ സ്കിൻ ടോണുകൾ ഒരു പെയിന്റിംഗ് ചെയ്യുകയാണ്. ബ്രഷ് ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂളാണ് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആണ് ഫോർഗ്രൗണ്ട് എനിക്ക് ആവശ്യം. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. ഞാൻ ബ്രഷ് സൈസ് കുറച്ച് വലുതാക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വലുതാക്കാം. കുറച്ച് വലുതാക്കിയിരിക്കുന്നു. ഞാൻ ഈ സ്കിൻ ഉള്ള ഏരിയയിൽ മാത്രം ഇങ്ങനെ പെയിന്റ് ചെയ്യുകയാണ്. ഇതാ സ്കിൻ ഏരിയയിൽ മാത്രമാണ് പെയിന്റ് ചെയ്യുന്നത്. കറുത്ത നമ്മുടെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഒരു കാരണവശാലും ബ്രഷ് പോകാൻ പാടുള്ളതല്ല. സ്കിൻ ഏരിയ മാത്രം, സ്കിന്നുള്ള ഏരിയയിൽ മാത്രം നമ്മൾ പോവുകയാണ്. സ്കിന്നിന്റെ ആ ഒറിജിനൽ ടെക്സ്ചർ നമുക്കിവിടെ നഷ്ടപ്പെടുന്നില്ല. നമുക്കത് കണ്ടാൽ അറിയാം. ഒറിജിനൽ ടെക്സ്ചർ നഷ്ടപ്പെടാതെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ ബ്രഷിന്റെ ഓപ്ഷൻസ് ഒരു സ്മൂത്ത് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഒപ്പാസിറ്റി 100% ആണ്. മോഡ് നോർമലാണ്. ഫ്ലോ നോർമലാണ്. അതായത് 100% ആണ്. അങ്ങനെയാണ് നമ്മൾ ഇത് പെയിന്റ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന പ്രക്രിയയാണ് ഈ യഥാർത്ഥത്തിൽ ഈ സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് പോർഷനിലേക്കൊന്നും പോകാതെ തന്നെയാണ് നമ്മൾ ഈ സ്കിൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സ്കിൻ മാത്രം സോഫ്റ്റൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ പോർഷൻസ് എല്ലാം സ്മൂത്ത് ആയി തന്നെ നമുക്ക് നിൽക്കാനാണ്. ഇപ്പം നമുക്ക് ഈ ലെയർ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത അത്രയും ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാവുന്നതാണ്. അത്രയും ഭാഗങ്ങൾ വളരെ സ്മൂത്തായി ഒരു കൂൾ എഫക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ ലെയർ ബ്രഷ് അല്പം കൂടി വലുതാക്കുന്നു. ഈ നെറ്റി ഇതെല്ലാം ബ്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതാ ആ നെറ്റിയിലെ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷനൊക്കെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പിക്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഇമേജിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് അതിൻ്റെ ഒറിജിനാലിറ്റി ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഇവിടെ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ, ഇവിടെയുള്ള ലൈറ്റിന്റെ റിഫ്ലക്ഷൻ, അങ്ങനെ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് ചെറുതാക്കിയതിന് ശേഷം ഈ കണ്ണിന്റെ മേൽഭാഗങ്ങൾ പെയിന്റ് ചെയ്യുകയാണ്. ഇതൊരു സ്റ്റുഡിയോ പോർട്രേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു നമുക്ക് ഈ സ്കിന്നിന്റെ ഒറിജിനൽ ടെക്സ്ചർ യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഇവിടെ ഞാൻ ഇതാ ഈ ഷേവ് ചെയ്യാത്ത ഈ കുറ്റി രോമങ്ങളെല്ലാം ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇത് പെയിന്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ആ ലെയർ ക്ലോസ് ചെയ്ത് നോക്കാം. ഇതാ അതിൻ്റെ ഒറിജിനൽ ഇതാണ്. ഇപ്പോൾ സ്കിൻ സ്മൂത്തൻ ചെയ്തപ്പോൾ കിട്ടുന്ന ആ എഫക്റ്റ് ഇതാണ്. ഇനി നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്ത് വീണ്ടും ഈ ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണ് പെയിന്റ് ചെയ്തത് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. എവിടെയൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഞാൻ ബ്രഷ് സൈസ് കുറച്ച് വലുതാക്കുന്നു. ഇവിടെ വീണ്ടും എനിക്ക് പെയിന്റ് ചെയ്യാൻ ആ ഏരിയാസ് വളരെ കൃത്യമായി കാണാവുന്നതാണ്. ഇതാ ഇവിടെ വളരെ കൃത്യമായി എനിക്കത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ സ്മൂത്തനിങ്. ഇപ്പോൾ ഏകദേശം അത് പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് വീണ്ടും ആ മാസ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനൽ എഫക്റ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ വളരെ നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ പോർട്രേറ്റിന്റെ സ്കിൻ സ്മൂത്തനിങ് ടെക്നിക്. ഇതിന് ഉപയോഗിക്കുന്നത് ഹൈപാസ് ഫിൽറ്ററും പിന്നെ ഗൗഷിയൻ ബ്ലർ ഫിൽറ്ററുമാണ് പ്രധാനമായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത്. ലെയറിന്റെ കോപ്പി എടുത്തതിന് ശേഷം ബ്ലെൻഡ് മോഡ് ഓവർലേ ആക്കുന്നു. അതിനുശേഷം അതിനെ ഇൻവേർട്ട് ചെയ്യുന്നു. പിന്നെ ഹൈപാസ് ഫിൽറ്റർ കൊടുക്കുന്നു. പിന്നീട് ഗൗഷിയൻ ബ്ലർ കൊടുക്കുന്നു. പിന്നെ സ്കിൻ ബ്രഷ് ഉപയോഗിച്ച് വൈറ്റ് ഉപയോഗിച്ച് അതിന് ലെയർ മാസ്ക് കൊടുക്കുന്നു. പിന്നീട് വൈറ്റ് ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഫോട്ടോഷോപ്പ് മലയാളം ട്യൂട്ടോറിയലിന്റെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. ഇനിയും കൂടുതൽ എപ്പിസോഡുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.